ഇപ്പം എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ ഷിയ പ്രഭു. നമ്മുടെ പ്രണയത്തിന് പ്രായമോ ജാതിയോ മതമോ വർഗമോ ഒന്നും തന്നെ ബാധകമല്ല എന്നാണ് പൊതുവിലുള്ള വൈപ്പ്. എന്നാൽ പോലും പുരുഷൻ പ്രായത്തിൽ മുതിർന്നതായിരിക്കണം, അല്ലെങ്കിൽ പ്രായം സ്ത്രീയെക്കാളും കുറച്ച് കൂടി പ്രായമായിരിക്കണം എന്നാണ് നമ്മുടെ സൊസൈറ്റിയുടെ പൊതുവെയുള്ള ഒരു അസംഷൻ എന്ന് പറയുന്നത്. പണ്ട് കാലങ്ങളിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രായത്തിൽ 10-15 വയസ്സുള്ള കുറവ് പ്രായത്തിലുള്ള പെൺകുട്ടികളൊക്കെ വിവാഹം കഴിച്ചു. എന്നാൽ പക്ഷേ ഇന്ന് ആ സ്ഥിതിയൊക്കെ മാറിയിട്ട് പ്രായത്തിൽ ചെറിയ സമപ്രായക്കാരെയോ അല്ലെങ്കിൽ പ്രായത്തെ 1-2 വയസ്സ് അല്ലെങ്കിൽ 5-6 വയസ്സ് പ്രായത്തിൽ കുറഞ്ഞ പെൺകുട്ടികളെയൊക്കെ വിവാഹം കഴിക്കുക, അല്ലെങ്കിൽ തങ്ങളെക്കാൾ പ്രായത്തിൽ കുറച്ച് മുതിർന്ന സ്ത്രീകളെയൊക്കെ വിവാഹം കഴിക്കുന്ന അല്ലെങ്കിൽ പ്രണയിക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഓരോ വ്യക്തിയുടെയും ഇഷ്ടത്തിനനുസരിച്ച് മാറുന്നതായിട്ട് നമുക്ക് കാണാറുണ്ട്. നമ്മുടെ സെലിബ്രിറ്റീസിൽ തന്നെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് പ്രായത്തിൽ മുതിർന്ന ഒരു സ്ത്രീകളെ വിവാഹം കഴിക്കുകയും ഒരു സന്തോഷകരമായിട്ട്, അല്ലെങ്കിൽ പ്രണയത്തിലാവുകയോ സന്തോഷകരമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ട് നമുക്ക് കാണാം. പക്ഷേ പ്രായത്തിലൊന്നുമല്ല കാര്യം, ഓരോ വ്യക്തിക്കും ഓരോ തരത്തിലുള്ള ഇഷ്ടങ്ങളാണ്, അതിലാണ് കാര്യം എന്നാണ് ഇന്നത്തെ സമൂഹത്തിലെ എന്താ പറയുക കുറച്ചൊക്കെ പുരോഗമനവാദത്തിൽ അല്ലെങ്കിൽ ഉള്ള ചെറുപ്പക്കാരുടെ പക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കണം ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാർ അവരെക്കാൾ പ്രായത്തിൽ മുതിർന്ന സ്ത്രീകളിലേക്ക് ഇഷ്ടപ്പെടുകയും അവർ വിവാഹം കഴിക്കാനും അവരെ ജീവിതത്തിൽ കൂടെ കൂട്ടുവാനും ആഗ്രഹിക്കുന്നത് എന്നതിന് പുതിയതായിട്ടുള്ള ചില കണ്ടെത്തലുകളുണ്ട്. അതൊക്കെയാണ് ഇന്ന് നോക്കുന്നത്. മുതിർന്ന സ്ത്രീകൾക്ക് എന്തെന്ന് പറയുന്നത്, അവർക്ക് ആശയവിനിമയത്തിനുള്ള കഴിവ് പ്രായം കുറഞ്ഞ പെൺകുട്ടികളെക്കാൾ കൂടുതലായിരിക്കും. അവരുടെ ചിന്തകളെ വ്യക്തമായി തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കാനുള്ള കഴിവുണ്ടായിരിക്കാം. അത് ചിലപ്പോൾ അവർ ഇതുവരെ വളർന്നു വന്ന, അല്ലെങ്കിൽ അവർ ജീവിതത്തിലെ ലൈഫിലെ അനുഭവ പരിചയം വെച്ച എക്സ്പീരിയൻസൊക്കെ വച്ചിട്ടായിരിക്കാം അവരിങ്ങനെ ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ അവർക്ക് എപ്പോഴും എന്ത് കാര്യങ്ങളാണെങ്കിൽ കൂടിയും ഒരു സമചിത്തതയോടുകൂടി കൈകാര്യം ചെയ്യാനുള്ള കഴിവും ആശയവിനിമയത്തിനുള്ള കഴിവും ആത്മവിശ്വാസവും എന്തുകൊണ്ടും മറ്റുള്ളവരെ പ്രായത്തിൽ കുറഞ്ഞ പെൺകുട്ടികളെക്കാൾ കൂടുതലായിരിക്കും. ഈ ഒരു കാരണം കൊണ്ടൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ തങ്ങളെക്കാൾ പ്രായത്തിൽ മുതിർന്ന സ്ത്രീ ആവണം തൻ്റെ പങ്കാളി, അല്ലെങ്കിൽ അവരെ ഇഷ്ടപ്പെടാനൊക്കെയുള്ള ഒരു കാരണം, അല്ലെങ്കിൽ ആകർഷിക്കപ്പെടാനുള്ള ഒരു കാരണം ഇതൊക്കെ ആയിരിക്കാം. തികഞ്ഞ ആത്മവിശ്വാസത്തോടെയും അതുപോലെ തന്നെ തികഞ്ഞ തൻ്റെ ഇടത്തോടെയും ഒക്കെ ആയിരിക്കാം ഏതൊരു കാര്യത്തെയാണെങ്കിൽ പോലും പ്രായത്തിൽ മുതിർന്ന സ്ത്രീകൾ അവരെ നേരിടുന്നതും ഇത് കൈകാര്യം ചെയ്യുന്ന രീതിയും. പ്രായം പ്രണയത്തിനോ അല്ലെങ്കിൽ വിവാഹത്തിനോ ഒരു തടസ്സമാകില്ല എന്നുള്ളൊരു കാഴ്ചപ്പാട് ഇന്നത്തെ ചെറുപ്പക്കാരിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തങ്ങളുടെ വ്യക്തിത്വം മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ടതായിട്ട് ഈ ഒരു പ്രായത്തിൻ്റെ മുതിർന്ന സ്ത്രീകൾ, തങ്ങളെക്കാൾ പ്രായത്തിൽ മുതിർന്ന സ്ത്രീകളുടെ അടുത്ത് വരില്ല എന്നൊരു വിശ്വാസവും ഇവർക്ക് ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാർക്ക് അവരുടെ മനസ്സിൽ ഉണ്ടാവാറുണ്ട്. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ്. സ്ത്രീ പുരുഷ ഭേദമന്യേ ഇഷ്ടമുള്ളൊരു കാര്യമാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യത്തിന് വ്യക്തമായിട്ടുള്ള പ്രാധാന്യം നൽകുന്നവരായിരിക്കും പ്രായത്തിൽ കൂടിയ സ്ത്രീകൾ എന്ന് പറയുന്നത്. അവർ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുകയുമില്ല, എന്നാൽ സ്വന്തം സ്വാതന്ത്ര്യത്തിലേക്ക് മറ്റുള്ളവർ കൈകടത്തുന്നവരെ അനുവദിച്ചു കൊടുക്കുകയുമില്ല. സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിരിക്കും കുറച്ച് പ്രായം കൂടിയ ഒരു സ്ത്രീ എന്ന് ആഗ്രഹിക്കുന്നത് എപ്പോഴും. അതുകൊണ്ട് തന്നെ സ്വന്തം സ്വാതന്ത്ര്യം ദുർവിനിയോഗം ചെയ്യാതെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് പ്രായം കുറച്ച് കൂടിയ സ്ത്രീകൾ എന്ന് പറയുന്നത്. അതൊക്കെ ഒരുപക്ഷെ പുരുഷന്മാർക്ക് തങ്ങളെക്കാൾ പ്രായം കൂടിയ സ്ത്രീയിലേക്ക് ആകർഷണം തോന്നുന്നതിനുള്ള ഒരു കാരണമാവാം. പിന്നെ കുറച്ചുകൂടെ ഒരു പ്രായത്തിൽ കൂടി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, അവരൊന്നും മനസ്സ് മറച്ചു വയ്ക്കാതെ തുറന്നു പറയാനായിട്ട് ആഗ്രഹിക്കുന്നവരായിരിക്കും. അത് പുരുഷനേക്കാൾ കുറച്ച് പ്രായം കൂടിയ സ്ത്രീകളെന്ന് പറയുമ്പോൾ അവരെ ഒരിക്കലും ഒരു കാര്യവും പുരുഷന്മാരിൽ നിന്ന് ഒരിക്കലും മറച്ചു വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അവരെ അവർക്ക് ആ ഒരു ഏജ് എത്തിക്കഴിയുമ്പോൾ ചിലപ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ അനുഭവ പരിചയവും അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങളിൽ നിന്നൊക്കെ പഠിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എന്ത് കാര്യമുണ്ടെങ്കിൽ പോലും അത് തുറന്നു പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും മറച്ചു വച്ച് സംസാരിക്കുന്ന സ്ത്രീകൾ പുരുഷന് എപ്പോഴും ഇഷ്ടം തോന്നുന്നത് ഒന്നും മറച്ചു വയ്ക്കാതെ എല്ലാം ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സ്ത്രീയോടായിരിക്കും എപ്പോഴും അവർക്ക് ഒരിഷ്ടം തോന്നുന്നത്.
പ്രായത്തിൽ കുറച്ച് കൂടിയ സ്ത്രീകളെന്ന് പറയുന്നത് ഒരിക്കലും ഒരു കാര്യത്തെ ഇമോഷണലി ആയിരിക്കില്ല അവർ കൈകാര്യം ചെയ്യുന്നത്. അവരെപ്പോഴും ഇമോഷൻസിനെയൊക്കെ വൈകാരിക ബുദ്ധി കൊണ്ട് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുന്നവർ. ഏത് പ്രശ്നങ്ങളാണെങ്കിൽ പോലും ഫേസ് ചെയ്യാൻ, അതിൻ്റെ സങ്കീർണതകളെ പരിഹരിക്കാനും ബുദ്ധിപൂർവ്വം പരിഹരിക്കാനായിട്ട് ശ്രമിക്കുന്നവരായിരിക്കും. ഇത്തരത്തിലുള്ള സ്ത്രീകളോട് എപ്പോഴും പുരുഷന്മാർക്കൊരാകർഷണം ഉണ്ടാവും. അതുപോലെ തന്നെ എന്ത് കാര്യങ്ങളാണെങ്കിൽ പോലും അതിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അവരവരുടെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് തന്നെ അവരതിനെ കൈകാര്യം ചെയ്യുന്ന രീതിയും അതുപോലെ തന്നെ അത് മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവും അവരുടെ വ്യക്തിത്വമൊക്കെ അവർ മുന്നിട്ട് നിൽക്കുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ അവരുടെ ഇതുവരെ ഉണ്ടായിട്ടുള്ള ഒരു ഏജ് കൊണ്ടുണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ലൈഫിലെ എക്സ്പീരിയൻസ് കൊണ്ടൊക്കെ ആയിരിക്കും അവർ ഏതൊരു സാഹചര്യത്തെ ആണെങ്കിൽ പോലും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനും അത് വസ്തുനിഷ്ഠമായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഇത്തരം ബുദ്ധിപൂർവമായിട്ടുള്ള ഇടപെടലുകൾ കാണുമ്പോൾ പ്രായത്തിൽ മുതിർന്ന സ്ത്രീയോട് പുരുഷന് ആകർഷണം തോന്നുന്നത് സ്വാഭാവികമാണ്. ലിവിങ് ടുഗദർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ദാമ്പത്യ ബന്ധമായിക്കോട്ടെ, എങ്ങനെയാണെങ്കിലും ഒരു ജീവിതത്തിൽ ലൈഫിലുണ്ടായിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് പരസ്പരം ധാരണയും അല്ലെങ്കിൽ പരസ്പരം മനസ്സിലാക്കാനുള്ള ഒരു കഴിവും അവർ തമ്മിലുള്ള ദമ്പതികൾ അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ്സ് അല്ലെങ്കിൽ പ്രണയിക്കുന്നവർ തമ്മിലുള്ള ഒരു പരസ്പരമുള്ള ഒരു മനപ്പൊരുത്തമൊക്കെയാണ്. അപ്പോൾ ഇത് ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ഇത് എങ്ങനെയാണെങ്കിൽ പോലും കുറച്ച് മുതിർന്ന സ്ത്രീകളിൽ എന്ന് പറയുമ്പോൾ ഇത് കൂടുതലായിരിക്കും. അതുപോലുള്ള അവരുടെ ജീവിത സാഹചര്യങ്ങൾ, അവരുടെ ലൈഫ് എക്സ്പീരിയൻസൊക്കെ വെച്ചിട്ട്. അപ്പോൾ അവരുടെ വ്യക്തിത്വം എപ്പോഴും കുറച്ച് പ്രായം കുറഞ്ഞ കുട്ടികളൊക്കെ അവർ എപ്പോഴും വ്യക്തിത്വത്തിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരായിരിക്കും ചെറിയ പെൺകുട്ടികളെ അപേക്ഷിച്ച്. അപ്പോൾ ഇത്തരത്തിലുള്ള ചിലപ്പോൾ അവരുടെ സ്വഭാവ രീതികളും വ്യക്തിത്വമൊക്കെ കണ്ടിട്ടായിരിക്കാം ചെറുപ്പക്കാർ ആയിട്ടുള്ള, അതായത് പുരുഷന്മാർ അവരെക്കാൾ കുറച്ച് പ്രായം കൂടിയ സ്ത്രീകളിലേക്കൊക്കെ ആകൃഷ്ടരാവുന്നതും. അല്ലാതെ ചിലർ ചിലപ്പോൾ അവരുടെ ബാഹ്യ സൗന്ദര്യം കണ്ടിട്ടായിരിക്കാം, അല്ല എന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട്, ഇപ്പം ആദ്യം പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം എപ്പോഴും തങ്ങളെക്കാൾ പ്രായത്തിൽ കൂടിയ സ്ത്രീയിലേക്കൊക്കെ ആകർഷണം തോന്നുകയും അവരുടെ ലൈഫിലേക്ക് കൂടെ കൂട്ടുകയും അല്ലെങ്കിൽ പ്രണയിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്ത് ഇതിലാണെങ്കിൽ പോലും ദാമ്പത്യമായാലല്ലോ എന്ത് പ്രായത്തിൽ കുറഞ്ഞതോ കൂടി എന്തായാലും പോലും പരസ്പരം മനസ്സിലാക്കാനുള്ള കഴിവ്, പരസ്പരം തുറന്നുള്ള കമ്മ്യൂണിക്കേഷൻ, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെയായിരിക്കും എപ്പോഴും ഏതൊരു ബന്ധവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ ബായ്. താങ്ക് യു ഫോർ വാച്ചിങ്.